അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല. യേശുവേ യേശുവേ, അങ്ങെപ്പോലെ മറ്റാരുമില്ല. യേശുവേ യേശുവേ, അങ്ങെപ്പോലെ മറ്റാരുമില്ല. ഉമ്മൈപ്പോൽ വേറെയവരുമില്ലേ, ഉമ്മൈപ്പോൽ വേറെയവരുമില്ലേ. യേശപ്പാ യേശപ്പാ, ഉമ്മൈപ്പോൽ വേറെയവരുമില്ലേ. യേശപ്പാ യേശപ്പാ, ഉമ്മൈപ്പോൽ വേറെയവരുമില്ലേ. അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല. വോയിസ് ഓഫ് ലവിൽ എന്ന കർത്താവ് നിങ്ങൾക്ക് തരുന്ന വചനം ഏറ്റവും നല്ല വചനമാണ്. 12-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം നിങ്ങളൊന്ന് കേട്ടേ. അത് എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘാശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളൊന്നും ആരോടും പറയാൻ പറ്റത്തില്ല. അത് ഏറ്റവും അടുത്ത നമുക്ക് പ്രിയപ്പെട്ടവരോട് പോലും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. നമ്മളതെല്ലാം അകത്ത് ഒതുക്കിയിട്ട് അതൊരു ശ്വാസമായിട്ട്, ദീർഘശ്വാസമായിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. കാരണം അത് പുറത്ത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല, ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ ഇവിടെ ഒരു വാക്യം കണ്ടോ, നീ എളിയവൻ്റെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസം നിമിത്തം ഞാൻ എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുനീര് മാത്രമല്ല, നമ്മുടെ ശ്വാസത്തിനകത്ത വേദന പോലും അറിഞ്ഞ് എഴുന്നേൽക്കുന്നൊരു ദൈവമുണ്ട്. എന്നിട്ട് അടുത്ത വാക്ക്, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കും. വിടുവിക്കപ്പെടണമെന്നും രക്ഷപ്പെടണമെന്നൊക്കെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, ദൈവം അതിനകത്താക്കും. എന്നിട്ട് അടുത്ത വാക്ക് പറയണേ, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, അത് നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. എന്ന് പറഞ്ഞാൽ അതിനകത്ത് അല്പം പോലും മാലിന്യമില്ല, കപടമില്ല, വേറെ ഒന്നുമില്ല. അത്ര പെർഫെക്റ്റാണ് എന്ന് പറഞ്ഞാൽ ഈ വചനം അത്ര ഉറപ്പാണ്. നിങ്ങളുടെ ദീർഘശ്വാസ നിമിത്തം പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഉള്ളത്തിലെ ശ്വാസത്തിൽ നിന്ന് ദുഃഖം തിരിച്ചറിഞ്ഞ് എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നൊരു ദൈവം. ഈ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? ഈ ദൈവത്തെ എങ്ങനെ ഉയർത്താതിരിക്കാൻ പറ്റും? ഈ ദൈവത്തെ എങ്ങനെ പാടാതിരിക്കാൻ പറ്റും? അതാ നമ്മൾ പാടിയത്, അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല. യേശുവേ പൊന്നേശുവേ, അങ്ങെപ്പോലെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ ഒരു ദൈവം ഇല്ല. നിങ്ങളുടെ ഉള്ളിലെ ആ നൊമ്പരങ്ങൾ പോലും മണത്ത് അറിഞ്ഞ് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. സന്തോഷത്തോടായിരിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച ഈ വലിയ
ഉറപ്പുള്ള, സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന, സ്വസ്ഥത നൽകുന്ന അങ്ങയുടെ ഈ വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ദീർഘശ്വാസങ്ങളെപ്പോലും അറിയുന്നവൻ, ഞങ്ങളുടെ ഉൾപൂവുകളെ അറിയുന്നവൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ ഉള്ളത്തിൻ്റെ ആഴങ്ങളിൽ കിടക്കുന്ന വേദനകളെ അറിയുന്നവൻ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ആശ്വാസമായി, ഒരു അഭയമായി, ഒരു കർത്താവെ ശരണമായി അങ്ങ് ഉള്ളതിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ ഈ വചനങ്ങൾ കർത്താവ് ഉറപ്പുള്ളതും നിർമ്മലമായതും ശ്രേഷ്ഠമായതുമായതിന് നന്ദി പറയും. യേശു, ഉറപ്പുള്ള വചനത്താൽ ഇന്ന് ഞങ്ങളുടെ ഉള്ളിലെ നൊമ്പരങ്ങളെ എല്ലാം അങ്ങ് കഴുകി തുടച്ച് കർത്താവെ, ഞങ്ങളെ ഒരു നല്ല ഒരു പ്രഭാതത്തിൽ, നല്ലൊരു പുലരിയിലേക്ക്, കർത്താവ് നല്ലൊരു ദിവസത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിന് നന്ദി പറയും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സമാധാനത്തോടെ ആയിരിക്കണേ. കർത്താവ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെടും. ഈ ദൈവത്തെ പാടിയും സ്തുതിച്ചുമൊക്കെ ഇന്നത്തെ ദിവസം തീർക്കുക. സ്തോത്രം. ഇന്ന് രാത്രി ഒന്ന് ഒത്തിരി ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ ശ്വാസം പോലും അറിഞ്ഞ് നമുക്കിവിടെ എഴുന്നേൽക്കുന്ന ദൈവം. അപ്പോൾ ഈ മക്കളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് അവർക്ക് കൊടുക്കുകയാണ്. അവർ പോകുന്നിടത്തും നിൽക്കുന്നിടത്തെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. നല്ല ചില വാർത്തകൾ ഇന്ന് അവർ കേൾക്കാൻ നീ സഹായിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ വചനത്തെ നിങ്ങൾ ഓർക്കുക. പറ്റുമെങ്കിൽ ഈ വചനത്തെ പഠിക്കുക. സ്തോത്രം. ഓരോ ദിവസവും ഓരോ വചനത്തെ നിങ്ങൾ ഹൃദയത്തിനകത്ത് പഠിക്കുക. വചനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുക. ഗോഡ് ബ്ലെസ് യു. ശലോം.